വട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. അതെന്റെ ജന്മ സ്വഭാവം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. 62 ഡേയ്സോളം ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം എന്ന് പറയാൻ. ഇനിയിപ്പോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ വന്നെ ആദ്യമായിട്ടല്ലേ. എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഇതൊക്കെ ഇന്ന് മാത്രമേ ഉള്ളൂ. എടാ, ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്ന് വെച്ച് നമ്മൾ അവിശ്വസിക്കരുത്. സർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. അവസാനമായിട്ട് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോടൊന്നാ പറയാനുള്ളത്. അവറ്റകളോട് മാറിപ്പോൻ പറയാ. പ്രേക്ഷകർ വെറുതെ വേറെ മൂട് പൊളിമായ കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശ് ആര് തരുന്നോ അവരോടൊപ്പം ഞാൻ. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. നീ കൊറേ നേടുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇവിടുത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്.